ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മൾ നമ്മുടെ പഴയ കെട്ടിടം പൊളിച്ചൊരു പുതിയ കെട്ടിടം വെക്കാനായിട്ട് പോവുകയാണെന്ന് വെച്ചോ. അപ്പോൾ നമ്മൾ നമ്മുടെ പഴയ കെട്ടിടം പൊളിച്ചത് പഞ്ചായത്തിനെ അറിയിക്കേണ്ടതായിട്ടുണ്ട്. അത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പഞ്ചായത്തിന്റെ രേഖകളിൽ നമ്മുടെ പഴയ കെട്ടിടത്തിന് ഡിമോളിഷ്ഡ് ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്താനും അതുപോലെ തന്നെ പഴയ കെട്ടിടത്തിന് ടാക്സ് ഒഴിവാക്കാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഇതിന് വേണ്ടിയിട്ട് ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ അയക്കണം നോക്കിയാലോ. അപ്പൊ അതിനു മുന്നേ വീഡിയോ കാണുന്നവർ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമ്മുടെ ഫോണിലെ ഗൂഗിൾ ക്രോം നമ്മൾ ഓപ്പൺ ചെയ്യാം. ഇതിൽ നമ്മൾ കെ സ്മാർട്ട് എന്ന് ടൈപ്പ് ചെയ്യാം കേട്ടോ. കെ സ്മാർട്ട്, ഓക്കെ. ഫസ്റ്റ് വരുന്ന വെബ്സൈറ്റ് വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും കേട്ടോ കാണാൻ സാധിക്കുന്നേ. അപ്പൊ നമ്മൾ കെ സ്മാർട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വീഡിയോസിലും പറയാറുണ്ട്, കെ സ്മാർട്ടിൽ ആപ്ലിക്കേഷൻ അയക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ. അപ്പോൾ രജിസ്റ്റർ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്യാം. നമ്മൾ ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ സൈഡിൽ കാണുന്ന ലോഗിൻ ഓപ്ഷനിൽ ടച്ച് ചെയ്യാം. ഇവിടെ നമുക്ക് 3 ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ഇതിൽ നമ്മൾ സിറ്റിസൺ ലോഗിൻ എന്ന് പറയുന്ന ഓപ്ഷൻ വേണം സെലക്ട് ചെയ്യാൻ. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും കേട്ടോ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നമ്മളോട് മൊബൈൽ നമ്പർ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ മൊബൈൽ നമ്പർ എന്ന് പറയുന്നത് നമ്മൾ കെ സ്മാർട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ആണ്. അത് നമുക്ക് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ താഴെ കാണുന്ന സെൻഡ് OTP എന്ന് പറയുന്ന ഓപ്ഷനിൽ ടച്ച് ചെയ്യാം. അപ്പൊ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP പോയിട്ടുണ്ടാവും. OTP നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം കേട്ടോ. OTP എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം താഴെ കാണുന്ന ലോഗിൻ ഓപ്ഷനിൽ നമ്മൾ ടച്ച് ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മുടെ അക്കൗണ്ട് ഇവിടെ ലോഗിൻ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇനി ആപ്ലിക്കേഷൻ അയക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ന്യൂ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ കാണുന്നില്ല, അത് നമ്മൾ സെലക്ട് ചെയ്യാം. അപ്പൊ അതിൽ നമ്മൾ രണ്ടാമത് കാണുന്ന പ്രോപ്പർട്ടി ടാക്സ് എന്ന് പറയുന്ന ഓപ്ഷൻ വേണം സെലക്ട് ചെയ്യാൻ. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഒരുപാട് ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ഇതിൽ ബിൽഡിംഗ് സർവീസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ സെന്ററിലുള്ള പ്ലസ് ബട്ടണിൽ നമ്മൾ ടച്ച് ചെയ്യാം. അപ്പൊ ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഏറ്റവും താഴെയായിട്ട് ഇന്റിമേഷൻ ഓഫ് ഡിമോളിഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ കാണുന്നില്ല, അത് നമ്മൾ സെലക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും കേട്ടോ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ബിൽഡിംഗ് ഡീറ്റെയിൽസിൽ 3 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്: മൈ ബിൽഡിംഗ്, സ്മാർട്ട് സെർച്ച്, അഡ്വാൻസ്ഡ് സെർച്ച്. നമുക്ക് അഡ്വാൻസ്ഡ് സെർച്ച് എന്ന് പറയുന്ന ഓപ്ഷനിൽ ടച്ച് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മളോട് കുറച്ച് ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ട്. ഈ ഡീറ്റെയിൽസ് എല്ലാം തന്നെ നമ്മൾ കൃത്യമായിട്ട് ഫില്ലപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ ഡിസ്ട്രിക്ട് ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മുടെ ലോക്കൽ ബോഡി ടൈപ്പ് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മുടെ ലോക്കൽ ബോഡിയുടെ നെയിമാണ്, ഇവിടെ ഓപ്ഷൻസ് ഉണ്ട്, അതിൽ നിന്ന് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമ്മുടെ വാർഡ് ഡീറ്റെയിൽസ് ആണ്. നിങ്ങളുടെ വാർഡ് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നോക്കിയിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഡോർ നമ്പർ ആണ് കേട്ടോ നമ്മുടെ കെട്ടിടത്തിന്റെ നമ്പർ. പിന്നെ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ പൊളിക്കാൻ പോകുന്ന കെട്ടിടത്തിന് അല്ലെങ്കിൽ പൊളിച്ച കെട്ടിടത്തിന് ടാക്സ് എന്തെങ്കിലും പെൻഡിങ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ടാക്സ് അടച്ച് ക്ലിയർ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മുടെ ആപ്ലിക്കേഷൻ മുന്നോട്ട് പോകത്തുള്ളൂ കേട്ടോ. അപ്പൊ നമുക്കിവിടെ കെട്ടിട നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കാം. ശേഷം സബ് നമ്പേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ കാണുന്ന സെർച്ച് എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ ടച്ച് ചെയ്യാം കേട്ടോ. അപ്പൊ അതാ ഇവിടെ നോക്കുവാണെങ്കിൽ നമ്മുടെ ബിൽഡിങ്ങിന്റെ ഡീറ്റെയിൽസ് ഇവിടെ വന്നിട്ടുണ്ടാവും. അതിന് സൈഡിലായിട്ട് ഒരു കണ്ണിന്റെ ഐക്കൺ കാണുന്നില്ല, അതിൽ നമ്മൾ ടച്ച് ചെയ്യാം കേട്ടോ. അപ്പൊ അതാ ഇവിടെ നമ്മുടെ ബിൽഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കംപ്ലീറ്റ് ഇൻഫർമേഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇത് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന പ്രൊസീഡ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ടച്ച് ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മുടെ ഡീറ്റെയിൽസ് ഇവിടെ സക്സസ്ഫുള്ളി സേവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കൊടുക്കേണ്ട ഡിമോളിഷൻ ഡീറ്റെയിൽസ് ആണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മളോട് ചോദിച്ചിട്ട് ഡിമോളിഷ്ഡ് ഇയർ ആണ്. അപ്പോൾ നമ്മുടെ കെട്ടിടം പൊളിച്ച വർഷം നമ്മൾ ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പീരീഡ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ 2 ഓപ്ഷൻസ് ഉണ്ട്, ഫസ്റ്റ് ഹാഫിലാണോ സെക്കൻഡ് ഹാഫിലാണോ എന്നുള്ളത് നിങ്ങൾ ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളിവിടെ സേവ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണുന്നില്ല, അതിൽ നമ്മൾ ടച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിവിടെ പ്രിവ്യൂ കാണാൻ സാധിക്കും. നമ്മൾ ഇതുവരെ കൊടുത്ത ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കൃത്യമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ എഡിറ്റ് ഓപ്ഷൻ ഉണ്ട്, എഡിറ്റ് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഇത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ പ്രൊസീഡ് എന്ന് പറയുന്ന ഓപ്ഷനിൽ നമ്മൾ ടച്ച് ചെയ്യാം കേട്ടോ. അപ്പൊ ഇനി ഒരു ഡിക്ലറേഷൻ ആണ് വന്നിട്ടുള്ളത്. ഡിക്ലറേഷൻ നമ്മൾ എഗ്രി ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പ്രൊസീഡ് എന്ന് പറയുന്ന ഓപ്ഷനിൽ നമ്മൾ ടച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിനി ചെയ്യാനുള്ള ലാസ്റ്റ് സ്റ്റെപ്പ് OTP വെരിഫിക്കേഷൻ ആണ് കേട്ടോ. അതിനായിട്ട് നമ്മൾ ഗെറ്റ് OTP എന്ന് പറയുന്ന ഓപ്ഷനിൽ ടച്ച് ചെയ്യുക. അപ്പൊ നമ്മളിവിടെ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് ഒരു OTP പോയിട്ടുണ്ടാവും. OTP നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ OTP എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം സൈഡിൽ കാണുന്ന സബ്മിറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ടച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ OTP ഇവിടെ വെരിഫൈഡ് ആയിട്ടുണ്ട്. അതിനുശേഷം താഴെ കാണുന്ന സബ്മിറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ നമ്മൾ ടച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ കൺസേൺ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് പോയിട്ടുണ്ടാവും. അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഈ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഇനിയും ഇതുപോലെ ഉപകാരപ്രദമാവുന്ന വീഡിയോസ് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.